ഈ അനാലിസിസിന്റെ എല്ലാം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് വരെ ഈ എക്സൽ എന്ന് പറഞ്ഞ കാര്യത്തിന് നിങ്ങളുടെ വ്യൂ പോയിന്റ് ഞാൻ മാറ്റുക. അതാണ് ഇന്നത്തെ സെഷന്റെ. നിങ്ങൾ എക്സലിനെ കാണുന്ന രീതി. നമ്മുടെ എക്സൽ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓൾ അനാലിസിസ് ടൂൾ. എന്തുകൊണ്ടാണ് എക്സൽ ഈസ് ദ ബാക്ക് ഓഫ് അനാലിസിസ് ടൂൾ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച നിങ്ങൾ ഒന്ന്, എക്സൽ ഒരു കാൽക്കുലേറ്റർ അല്ല. പലപ്പോഴും നമ്മൾ ഇന്ന് വരെ എക്സലിനെ എങ്ങനെ ഉപയോഗിച്ചത്? ഒരു കാൽക്കുലേറ്റർ ആയിട്ട് ഉപയോഗിച്ചത്. ഇതൊരു കാൽക്കുലേറ്റർ അല്ല. ഇറ്റ് ഇസ് മോർ ദാൻ ദാറ്റ്. രണ്ടാമത്, നമുക്ക് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെ, എന്താ എല്ലായിടത്തും ഒരു കോമൺലി ബിസിനസ്സിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയി ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതുപോലെ തന്നെ അഡ്വാൻസ് എക്സൽ എല്ലാ കോർപ്പറേറ്റ്സിലെ ഇപ്പൊ മദർ ടങ് ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്ന്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഈ എക്സൽ 70-80 കാലങ്ങളിലാണ് ആദ്യമായിട്ട് അനാലിസിസ് ടൂളും കൊണ്ട് വരുന്നത്. ഫസ്റ്റ് ടൂൾ. വളരെ വർഷങ്ങൾ, 10, 20, 25, 30 വർഷങ്ങൾ അതിന് കമ്പ്യൂട്ടറേ ഇല്ല. പിന്നെ വന്ന ടൂളുകളാണ്. പിന്നെ വന്ന എന്തെല്ലാം ടൂളുകൾ നിങ്ങൾക്ക് ഇന്ന് വിളിക്കാമോ? മേ ബി നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് വിളിക്കാം, നിങ്ങൾക്ക് ആർ പ്രോഗ്രാമിംഗ് പറയാം, നിങ്ങൾക്ക് പൈത്തൺ പറയാം, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇതിന്റെ എല്ലാം ഫൗണ്ടേഷൻ എക്സലിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. ഫ്യൂച്ചർ ഈസ് അബൌട്ട് അനാലിസിസ്. സോ ഇറ്റ്സ് നോർമൽ ദാറ്റ് യു മാസ്റ്റേർഡ് the foundational and the most important tool in analysis. What is advanced Excel? Okay, നിങ്ങൾക്ക് ഇവിടെ ഒരു കുക്ക് ചെയ്യുന്ന കാണാം അല്ലെ. നമുക്ക് എല്ലാവർക്കും കുക്കിംഗ് അറിയാം. ചിലർക്ക് മുട്ട വയ്ക്കാൻ അറിയാം, ചിലർക്ക് കാപ്പി ഉണ്ടാക്കാൻ അറിയാം. വ്യത്യാസം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു കിച്ചണിലേക്ക് പോയി കഴിഞ്ഞാൽ കിച്ചണിൽ എന്തെല്ലാം വേണം? യൂട്ടൻസിൽസ് വേണം അല്ലേ? യു വാണ്ട് യൂട്ടൻസിൽസ് ടു കുക്ക്. പാത്രങ്ങൾ വേണം. ദെൻ യു വാണ്ട് ഇൻഗ്രീഡിയൻസ് അല്ലേ? You want tomato, cabbage, require all those things to cook. Then there is a space. Cook ചെയ്യാനൊരു സ്പേസ്, കാര്യങ്ങളെല്ലാം വേണം to do the cooking. പിന്നെ നമുക്ക് you need fire. You need all those things. ഇതെല്ലാമായിട്ട് കുക്ക് ചെയ്യണം. Then there is a recipe. നിങ്ങൾക്ക് ഒരു റെസിപ്പി വേണം. നിങ്ങളൊരു let us assume that person is making a biryani. You want a recipe. ഇതെല്ലാം 5, ഞാൻ മുമ്പ് പറഞ്ഞ 5 ഘടകങ്ങൾ ഉണ്ടെങ്കിലും there is 2 things which is still required. കുക്ക് ചെയ്യുന്ന വ്യക്തി, പിന്നെ അവന്റെ ചിന്ത, വാട്ട് ഈസ് ഇൻ ഹിസ് മൈൻഡ് സെറ്റ്. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ, അഡ്വാൻസ് എക്സൽ ഈസ് നോട്ട് അബൌട്ട് ദ ടൂൾസ്, ഇറ്റ് ഈസ് നോട്ട് ദ ഫോർമുല. ഇന്ന് നിങ്ങളുടെ ആ ഫൗണ്ടേഷൻ ഞാൻ ബ്രേക്ക് ചെയ്യുക, അതാണ് ഇന്നത്തെ എൻ്റെ പർപ്പസ്. സോ അഡ്വാൻസ് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് യു, ഇറ്റ്സ് യുവർ മൈൻഡ് സെറ്റ്. ഇപ്പൊ ഒരു മാസ്റ്റർ ഷെഫാണ് എന്ത് ചെയ്യും? ഒരു നല്ലൊരു ഷെഫാണ് എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ 2 പേരെ കാണുന്നുണ്ട്, ബേസിക് എക്സലും അഡ്വാൻസ് എക്സൽ. നമ്മൾ 2 വ്യക്തിയായിട്ട് തന്നെ കരുതാം. ബേസിക് എക്സലുകാരൻ അവൻ്റെ എക്സൽ കിട്ടിക്കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കും. കാര്യം അവൻ അത്ര അറിയത്തുള്ളൂ. ഒരു മാസ്റ്റർ ഷെഫ് ആണെങ്കിലോ അവൻ ആ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഉള്ളത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കും. ദിൽ ഗിവ് ദ ബെസ്റ്റ് ഫുഡ് ടു ദ പേഴ്സൺ ഓവർ ദർ. ഞാൻ നിങ്ങളോട് പറയാൻ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് നോയിങ് ഫോർമുല. ഇറ്റ് ഈസ് മോർ അബൌട്ട് ഹൗ ടു യൂസ് ഇറ്റ് ആൻഡ് വെൻ ടു യൂസ് ഇറ്റ്. എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം പ്രാക്ടിക്കലി. രണ്ടാമത്, എന്താണ് വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നല്ല, ഈ എന്താണ് ഈ നമ്പർ മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അബൌട്ട്, അപ്പൊ എന്താണ്, ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ്. മൂന്നാമത്, അഡ്വാൻസ് എക്സൽ മീൻസ് ദാറ്റ് ഐ എം സോൾവിങ് ബിസിനസ് പ്രോബ്ലംസ് ഓഫ് ഡാറ്റ വിത്ത് എ ടൂൾ. ഒരു ടൂളാണ്. ആ ടൂൾ വെച്ചിട്ട് ഡാറ്റ എൻ്റെ മുന്നിലുണ്ട്, ടൂളുണ്ട്. ഐ ആം സോൾവിങ് എ പ്രോബ്ലം. എൻ്റെ മുന്നിൽ വരുന്ന ഒരു പ്രോബ്ലത്തിനെ ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ ഉപയോഗിക്കുകയാണ്. ബേസിക് എക്സൽ റീപ്ലേസബിൾ ആണ്. അഡ്വാൻസ് എക്സൽ, ഞാൻ ഈ പറഞ്ഞ അഡ്വാൻസ് എക്സൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് എക്സൽ എന്തുവാ? എല്ലാം റൂട്ടീൻ ആണ് അല്ലേ? റൂൾ ബേസ്ഡ്, റെപ്പറ്റേറ്റീവ്. എന്തെല്ലാം റൂൾ ബേസ്ഡ് ആണോ, റെപ്പറ്റേറ്റീവ്, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇറ്റ് ബി ഈസിലി ഓട്ടോമേറ്റഡ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ റിപ്പോർട്ട് മേക്ക് ചെയ്യാണ്. വി ആർ എ റിപ്പോർട്ട് മേക്കർ. നമ്മളൊരു ക്ലറിക്കൽ സ്റ്റാഫ് ആണ്. സോ വാട്ട് ഈസ് AI is going to do? AI is going to replace clerical work. That's about insight driven. നിങ്ങളെ ഇന്ന് ഞാനൊരു സിനാരിയോ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. It's about strategic. Requires judgment. You become an insight provider. നിങ്ങൾ ഇനി ഒരു റിപ്പോർട്ട് മേക്കർ അല്ല, you become an insight provider. നമ്മൾ ഡെമോയിലേക്ക് പോകുന്ന 3 ചോദ്യങ്ങൾ കേട്ടോ. ഇത് ബിസിനസ്സിൽ കാണുന്ന 3 ചോദ്യങ്ങളാണ്. We are going to solve it.